പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാകിസ്ഥാനുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സിന്ധു നദീജല കരാർ നിർത്തിവെച്ചു എന്നുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്ന മന്ത്രിസഭാ സുരക്ഷാ സമിതി യോഗത്തിലെടുത്ത 5 പ്രധാന തീരുമാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇത്. യുദ്ധകാലത്ത് പോലും ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം ഇന്ത്യ എടുത്തിട്ടില്ല. സിന്ധു നദീജല കരാർ എന്താണെന്ന് നോക്കാം. 1960 സെപ്റ്റംബർ 19 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച കരാറാണ് സിന്ധു നദീജല കരാർ IWD. 1947 ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ ടിബറ്റിൽ നിന്ന് ആരംഭിച്ച് ഇന്ത്യയിലൂടെയും പാകിസ്ഥാനിലൂടെയും ഒഴുകുന്നതും അഫ്ഗാനിസ്ഥാന്റെയും ചൈനയുടെയും ചില ഭാഗങ്ങളിലൂടെ പോകുന്നതുമായ സിന്ധു നദിയിലെ വെള്ളം ആർക്ക് എന്നുള്ളത് തർക്കങ്ങൾക്ക് കാരണമായി. 1948 പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹം ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചു. പിന്നാലെ പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിൽ ഈ വിഷയം അവതരിപ്പിച്ചു. ഐക്യരാഷ്ട്രസഭ ഒരു 3-ാം കക്ഷിയെ ഉൾപ്പെടുത്തി ഈ പ്രശ്നം പരിഹരിക്കാൻ ശുപാർശ ചെയ്തു. അങ്ങനെ ലോകബാങ്കിനെ മധ്യസ്ഥതയ്ക്കായി നിയമിച്ചു. നീണ്ട 9 വർഷത്തെ ചർച്ചകൾക്ക് ശേഷം 1960 ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും ചേർന്ന് സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചു. സിന്ധു നദീജല ഉടമ്പടി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കാം. കരാർ പ്രകാരം കിഴക്കൻ നദികളായ രവി, ബിയാസ്, സത്ലജ് എന്നിവയുടെ നിയന്ത്രണം ഇന്ത്യക്ക് നൽകി. പടിഞ്ഞാറൻ നദികളായ സിന്ധു, ഝലം, ചെനാബ് എന്നിവയുടെ നിയന്ത്രണം പാകിസ്ഥാനും നൽകി. പാകിസ്ഥാനിലെ പഞ്ചാബ്, സിന്ധ് പ്രവിശ്യകളിലെ കൃഷിക്കായി ഈ നദികളിൽ നിന്നുള്ള ജലത്തിന്റെ 80% ഈ ഉടമ്പടി പ്രകാരം പാകിസ്ഥാന് ലഭിക്കുന്നു. ഇരു രാജ്യങ്ങളുടെയും ജല ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി നദിയുടെയും അതിന്റെ പോഷക നദികളുടെയും തുല്യമായ പങ്കിടലിലുള്ള വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളും കരാറിൽ ഉൾപ്പെടുന്നുണ്ട്. സിന്ധു നദീജല കരാർ നിർത്തിവെച്ചാൽ പാകിസ്ഥാനെ അത് എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. സിന്ധു നദീജല സംവിധാനത്തിൽ നിന്നും അതിന്റെ പോഷക നദികളിൽ നിന്നുമുള്ള ജലം ലഭിക്കാതാകുന്നത് പാകിസ്ഥാനെ സാരമായി തന്നെ ബാധിക്കും. കാരണം പാകിസ്ഥാന്റെ ജല ആവശ്യങ്ങൾക്കും കാർഷിക മേഖലകൾക്കും സിന്ധുവിലെ ജലമാണ് ഉപയോഗിക്കുന്നത്. ജലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ് നദികൾ ഉൾപ്പെടുന്ന സിന്ധു നദി ശൃംഖല 25 കോടിയോളം ജനസംഖ്യയുള്ള പാകിസ്ഥാന്റെ പ്രധാന ജലസ്രോതസ്സാണ്. പാകിസ്ഥാനിലെ പ്രത്യേകിച്ച് പഞ്ചാബ്, സിന്ധ് പ്രവിശ്യകളിലെ കൃഷിക്ക് അത്യന്താപേക്ഷിതമായ മൊത്തം ജലപ്രവാഹത്തിന്റെ 80% ലഭിക്കുന്നത് സിന്ധു നദി കരാർ പ്രകാരമാണ്. ജലസേചനം, കൃഷി, കുടിവെള്ളം എന്നിവയ്ക്കായി പാകിസ്ഥാൻ ഈ ജലവിതരണത്തെ ആശ്രയിക്കുന്നു. പാകിസ്ഥാന്റെ ദേശീയ വരുമാനത്തിൽ 23% സംഭാവന ചെയ്യുന്നത് കാർഷിക മേഖലയാണ്. അതിന്റെ ഗ്രാമീണ നിവാസികളിൽ 68% പേരുടെയും ജീവിതോപാധിയും ഇതുതന്നെയാണ്. സിന്ധു നദീതടം കാർഷിക മേഖലകൾക്ക് ജലസേചനം നൽകുന്നതിനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും പാകിസ്ഥാന് അത്യന്താപേക്ഷിതമാണ്. ജലപ്രവാഹത്തിന് എന്തെങ്കിലും തടസ്സം നേരിടേണ്ടി വന്നാൽ അത് പാകിസ്ഥാന്റെ കാർഷിക മേഖലയെ സാരമായി ബാധിക്കും. ജലലഭ്യത കുറയുന്നത് വിളയുടെ വിളവ് കുറയുന്നതിനും ഭക്ഷ്യക്ഷാമത്തിനും കൃഷിയെ ആശ്രയിക്കുന്ന ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തിക അസ്ഥിരതയ്ക്കും കാരണമാകും. ഭൂഗർഭജല ശോഷണം, കൃഷിഭൂമിയിലെ ലവണാംശം, പരിമിതമായ ജലസംഭരണി തുടങ്ങിയ ജലപ്രശ്നങ്ങൾ നിലവിൽ പാകിസ്ഥാൻ നേരിടുന്നുണ്ട്. പാകിസ്ഥാന്റെ ജലസംഭരണ ശേഷി കുറവാണ്. ജലവിതരണം നിർത്തലാക്കുന്നതിലൂടെ ഇത് കൂടുതൽ വഷളാകുന്നു. അതേസമയം സിന്ധു നദി ഉടമ്പടി നിർത്തിവെച്ചത് കുറച്ച് വർഷത്തേക്കെങ്കിലും പാകിസ്ഥാനിലേക്കുള്ള ജലത്തിന്റെ ഒഴുക്കിനെ ഉടനടി ബാധിക്കില്ല. പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹം തടഞ്ഞ് അത് തിരിച്ചുവിടുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നിലവിൽ ഇന്ത്യക്കില്ല എന്നതാണ് അതിന് കാരണം. സിന്ധു നദീജല ഉടമ്പടിക്ക് അവസാന തീയതിയില്ല. അതായത് ഇന്ത്യക്കോ പാകിസ്ഥാനോ ഏകപക്ഷീയമായി അത് നിയമപരമായി റദ്ദാക്കാൻ കഴിയില്ല. കൂടാതെ ഏതൊരു ഭേദഗതിക്കും ഇരു കക്ഷികളുടെയും സമ്മതവും ആവശ്യമാണ്. ഈ കരാർ പ്രകാരം തർക്കങ്ങൾ ഉണ്ടായാൽ പരിഹരിക്കാൻ പ്രത്യേക കമ്മീഷനും ആർബിട്രേഷൻ കോടതിയും നിലവിലുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ വ്യവസ്ഥകളെല്ലാം കാറ്റിൽ പറത്തിയാണ് ഇന്ത്യ ഉടമ്പടി റദ്ദാക്കിയിരിക്കുന്നത്. സിന്ധു, ജലം, ചെനാബ് എന്നീ നദികളിൽ അണക്കെട്ടുകൾ നിർമ്മിക്കുന്നതിൽ നിന്ന് ഇന്ത്യ ഈ ഉടമ്പടി വിലക്കുന്നുണ്ട്. ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെക്കുന്നത് അർത്ഥമാക്കുന്നത് ഇന്ത്യ ഉടമ്പടിയിൽ പറയുന്ന നിയന്ത്രണങ്ങൾ പാലിക്കില്ല എന്നാണ്. കൂടാതെ ജലപ്രവാഹം തടയുന്നതിന് റിസർവോയർ അണക്കെട്ടുകൾ നിർമ്മിക്കാൻ തുടങ്ങുകയും ചെയ്യാം. എന്നാൽ ഈ നദികളിൽ വലിയ ജലസംഭരണികൾ നിർമ്മിക്കുന്നതിനായി വർഷങ്ങൾ എടുക്കും. പാരിസ്ഥിതിക ആഘാതം കണക്കിലെടുക്കുമ്പോൾ അണക്കെട്ടുകൾ നിർമ്മിക്കുന്നത് ഫലപ്രദമാകുന്നതിനായി സർവേകളും ധനസഹായവും ആവശ്യമാണ്. അതിനാൽ തന്നെ തീവ്രവാദ ഗ്രൂപ്പുകളെ നിയന്ത്രിക്കാനും നുഴഞ്ഞുകയറ്റം തടയാനും പാകിസ്ഥാനുമേൽ സമ്മർദ്ദം ചെലുത്താനുമുള്ള ഒരു തന്ത്രമാണ് ഇന്ത്യയുടെ ഈ നീക്കം.